എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബി അലിഹിസ്സലാമിൻ്റെയും ത്യാഗസ്മരണയിൽ ദുൽഹജ്ജ് 10 വിശ്വാസികൾക്ക് ലഭിക്കുന്ന ഒരു സന്തോഷമാണ് വലിയ പെരുന്നാൾ. മൻ അനസ് റളിയല്ലാഹു തആല അൻഹു ഖാല ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീനത വലഹു യൗമാനി യൽഅബൂന ഫീഹിമാ. അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ മദീനക്കാർക്ക് ജാഹിലിയ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന 2 ആഘോഷ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. പ്രവാചകൻ മദീനത്തേക്ക് കടന്നു വരുമ്പോൾ പണ്ട് മുതലേ അവർ ആഘോഷിച്ചു കൊണ്ടിരുന്ന 2 ദിവസങ്ങൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഞാനിതാ നിങ്ങളിലേക്ക് വന്നപ്പോൾ ജാഹിലിയത്തിൽ നിങ്ങൾ ആഘോഷിച്ചിരുന്ന 2 ആഘോഷ ദിവസങ്ങൾ നിങ്ങൾക്കുള്ളതായി കാണുന്നില്ല. ആ ദിവസങ്ങളൊക്കെ പോയി. അള്ളാഹുവിൻ്റെ റസൂൽ അവിടെന്ന് പറയുന്നു, ഇന്ന് മുതൽ നിങ്ങൾക്ക് 2 ആഘോഷ ദിവസങ്ങളേ ഉള്ളൂ. അത് 2 പെരുന്നാളിൻ്റെ ദിവസമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആഘോഷമെന്ന് പറഞ്ഞാൽ എന്താണ്? പെരുന്നാളിൻ്റെ ദിവസം ആഘോഷിക്കാനുള്ളതാണ്. എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത്? പടച്ചവനെ, ഇന്നത്തെ ആഘോഷമെന്ന് പറയാ നമ്മൾ ഉൾക്കൊള്ളുന്നത് വേറെ പല കാര്യങ്ങളാണ്. പടച്ചവനെ, ഊട്ടിയിലും കൊടൈക്കനാലിലും വയനാടിലും തോന്നുന്ന സ്ഥലങ്ങളിൽ കറങ്ങാൻ പോകലല്ല, ബീച്ചുകളിലും പാർക്കുകളിലേക്ക് പോകലല്ല. പെരുന്നാൾ വരുമ്പോ കുടുംബസമേതം സിനിമാ തിയേറ്ററിൽ പോകുന്നവരുണ്ട്, മക്കളൊക്കെ ആയിട്ടൊരു പടം കാണാൻ പോകുന്നവരുണ്ട്. ഇന്ന് പെരുന്നാളല്ലേ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 പെരുന്നാൾ ആഘോഷത്തിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ എന്താ ആഘോഷം? നമുക്ക് ആഘോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന വേറെ പല കാര്യങ്ങളാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പണ്ടെന്നൊക്കെ പറഞ്ഞ പെരുന്നാളായി കഴിഞ്ഞാൽ പള്ളിയിൽ പോയി നിസ്കരിച്ചു, പെരുന്നാൾ കഴിഞ്ഞു. ഇന്ന് ഗൾഫിലൊക്കെ പെരുന്നാളായിരുന്നു. എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് പറഞ്ഞു, ഞാൻ ചോദിച്ചു, എന്താടാ ഉറക്കമാണോ? ഉസ്താദേ, ഇന്ന് പെരുന്നാളല്ലായിരുന്നു, ഞങ്ങൾക്ക് പെരുന്നാളെന്ന് പറഞ്ഞാൽ ഉറങ്ങി തീർക്കാനുള്ള ദിവസം അത്ര തന്നെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെരുന്നാളെന്ന് പണ്ടത്തെ പെരുന്നാൾ പള്ളിയിൽ പോയി നിസ്കരിച്ചു, അൽഹംദുലില്ലാ, പാപ്പാടെ കൂടെ പോയി ഖബർ സിയാറത്തൊക്കെ ചെയ്തു, കുടുംബ വീട്ടിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി ഭക്ഷണം കഴിച്ചു, ഇതൊക്കെയായിരുന്നു. ഇന്നങ്ങനല്ല. നിസ്കാരം കഴിഞ്ഞ ഉടനെ ഭാര്യയോട് പറയും, റെഡിയായി നിന്നോ, ഞാൻ വരുന്നുണ്ട്, വണ്ടി റെഡിയാക്കി പോവാ. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം അതൊന്നുമല്ല. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് കുടുംബ വീടുകളൊക്കെ സന്ദർശിച്ച് നന്ദി കാണിച്ചുകൊണ്ട് 5 വഖത്ത് ഖളാ ആകാതെ നിസ്കരിച്ചുകൊണ്ട് ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ട് ആഘോഷിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.